സുഹൃത്തുക്കളെ, അപ്പം നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങുന്നു. ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉധംപൂരിലേക്കുള്ള യാത്രയിലാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഉണ്ടല്ല, ഇവിടെ കോവിഡ് എന്നൊന്നും സംഭവം ഇല്ല ഡൽഹിയിൽ. രാവിലെ സിറ്റിയിലും കാര്യങ്ങളൊക്കെ വൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡൽഹി തൊട്ട് ഇപ്പോൾ പാനിപ്പട്ട് എത്താറായി. 30 കിലോമീറ്ററോളം ഉണ്ട് പാനിപ്പട്ടിലേക്ക്. പാനിപ്പട്ട് എന്ന് പറയുമ്പോൾ അറിയാം, ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്, ഒരുപാട് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഉള്ള സ്ഥലമാണ്. പാനിപ്പട്ട് ഫുഡ് വാങ്ങിയത് 100 രൂപയാണ്. മിക്സ്ഡ് വെജ് ബിരിയാണി, അതിൻ്റെ കൂടെ ഒരു അച്ചാറിയാണ്. തീരെ വൃത്തിയില്ല പാക്കറ്റിൽ. സമയം രാത്രി 11 മണി കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് തന്നെ അവർ നമുക്ക് വേണമെങ്കിൽ ഓർഡർ കൊടുക്കുക. നമുക്ക് വേണ്ട രീതിയിൽ എന്താ പറയുക, വേണ്ട ഫുഡാണ് എന്താണെന്ന് അറിയില്ല. അവർ ഓർഡറൊക്കെ എടുക്കണ്ടായിരുന്നു. ഇവിടെ 2 സ്പൂണും തരുന്നുണ്ട് അവർ. പിന്നെ ബാത്റൂമിൻ്റെ അവസ്ഥ ഭയങ്കര ദുരന്തമാണ്. അതുകൊണ്ട് ബാത്റൂമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ബാത്റൂം ഒരു കാരണവശാലും ബാത്റൂം പോയിട്ട് വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 3 AC എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. 2 AC തന്നെയാണ് ബെറ്റർ. എന്തുകൊണ്ടും ഇത് തീരെ വൃത്തിയില്ല ശരിക്കും പറഞ്ഞാൽ. പല ഇതിലും പോലീസുകാരുണ്ട്, 3 പോലീസുകാരുണ്ട് ഇതിന് മാത്രമായിട്ട്. TTയും മറ്റേ റെയിൽവേ സ്റ്റാഫൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. പക്ഷെ വൃത്തിயான സാധനം തീരില്ല. നല്ല ക്രൗഡഡ് ആണ്. ന്യൂഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അത്യാവശ്യം നല്ല ക്രൗഡാണ്. മൊത്തം 11 സ്റ്റേഷനുണ്ട് ന്യൂഡൽഹി ഉൾപ്പെടെ. നമ്മൾക്ക് ഇറങ്ങാനുള്ളത് 9ാമത്തെ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. മുകളിൽ ഒരു ഗ്രേവി ഒഴിച്ചതാണ്, ചെറിയ ഗ്രേവി ഇട്ടതാണ്. ചൂട് നോക്കട്ടെ. നല്ല ഗീ, നല്ല ഒരുപാട് നല്ല ഗീ ഉണ്ട്, ഓയിലിയാണ്, പിന്നെ എരിവുണ്ട്. കോമ്പിനേഷൻ നല്ലതാണെന്ന് അറിയില്ല. പക്ഷെ കോഫിയും പിന്നെ എന്തോ സ്പെഷ്യൽ കോഫി, എന്തോ ഒരു സാധാ കോഫി, എന്തോ കോഫിനെന്തോ പേര് പറഞ്ഞു. ആ കോഫിയും അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. ഡൽഹിക്കാർ സ്പെഷ്യൽ കോഫി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും ആണ് നമ്മൾ ഈ വെജ് ബിരിയാണിയോടെ കഴിക്കുന്നത്. ഇതിൻ്റെ അച്ചാർ ലോക തോൽവിയാട്ടോ. റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ല, മൊത്തം കാലിയാണ്, ഒന്നുമില്ല. ടോയ്ലറ്റൊക്കെ ഇപ്പോൾ പുതിയ ടൈപ്പാണ്, പക്ഷെ വൃത്തി തീരെ പോരാ. പഴയത് അത് നമ്മുടെ 2 AC കമ്പയർ ചെയ്യുമ്പോൾ 3 AC തീരെ വൃത്തിയില്ല. ഉണ്ടാ തീരെ വൃത്തിയില്ല ആണ്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ജമ്മുവിലാണ്. രാവിലെ എഴുന്നേപ്പോൾ ഭയങ്കര തണുപ്പാട്ടോ, ഐസ് ഫ്രീസിങ് ആണ്. പിന്നെ നെറ്റ്വർക്കെല്ലാം കംപ്ലീറ്റ് പോയി, മൊബൈൽ നെറ്റ്വർക്കൊന്നും ഇല്ല. നല്ല ചൂട് കോഫി, നല്ല കാഴ്ചകൾ, പുഴകളും കാര്യങ്ങളൊക്കെ. പഴയ കോട്ടയെല്ലാം കാണാൻ സാധിക്കും, നദിയും കാര്യങ്ങളൊക്കെ. മഞ്ഞ് മൂടി കിടക്കുന്നു. എന്താ ഭംഗിയൊക്കെ, ബ്യൂട്ടിഫുൾ, അടിപൊളി സ്ഥലം. ഓക്കെ, സൂര്യനെ കണ്ടില്ല, സൂര്യനെ കണ്ടില്ല, കാണുന്നേ ഇല്ല കോടയിൽ. എന്താ നോക്കിയ ഗായ്സ്, നോക്കിയ ഫുള്ള് കോട കൊണ്ട് മൂടിയിരിക്കുകയാണ്. വാ, അടിപൊളി അടിപൊളി. ട്രെയിൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല. ബ്യൂട്ടിഫുൾ, എന്താ ഫ്രഷ്നെസ്, ആ സ്മെല്ലും കാര്യങ്ങളും. നമ്മളെ ട്രെയിനാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സീറ്റിംഗ് വരുന്നത്. 3 ലെവല്, മറ്റേത് 2ആണ്. AC 3 പറയുമ്പോൾ 1 1 1 2 3 ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് ഉള്ളത്.
ഈ നടുക്കുള്ളത് നമുക്ക് പൊന്തിക്കും താഴത്തൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യം ഈ ബ്ലൈൻഡായ ആൾക്കാർക്കെല്ലാം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. സ്റ്റേഷൻ്റെ അകത്തൊക്കെ കുരങ്ങന്മാർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉധംപൂർ സ്റ്റേഷനിലെത്തി. കൂടുതലുള്ള ആൾക്കാരെ തപ്പി ഇറങ്ങിയത് കേട്ടോ. അവർ സ്ലീപ്പറിലാണ്, നമ്മളും വെയിറ്റ് ചെയ്ത് അവിടെ ലാസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇതാണ് ഉധംപൂരിൻ്റെ ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ വലിയ സ്റ്റേഷനാട്ടോ ഇത് ഗൈസ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയിലേക്ക് പോകണം. ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഉധംപൂരിൽ നിന്ന് പെഹൽഗാമിലേക്കുള്ള റൂട്ടിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് പെഹൽഗാമിലെ കാഴ്ചകളാണ്. ഏതായാലും